Hi, friends, students, and job seeking candidates. I welcome all of you to an important video. Today, we are going to talk about accounts payable interview and its myth and reality. അതായത് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ വേക്കൻസിയിൽ അല്ലെങ്കിൽ പൊതുവെ ജനറലി അക്കൗണ്ടിങ് ജോബ്സിന് വേണ്ടി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ചില ടിപ്സ് അല്ലെങ്കിൽ ചില ഇൻഫർമേഷനാണ് നമ്മൾ ഈ വീഡിയോക്കകത്തിൽ ഷെയർ ചെയ്യുന്നത്. പൊതുവേ നമുക്ക് അറിയാം, തിയററ്റിക്കൽ വേൾഡും പ്രാക്ടിക്കൽ വേൾഡും തമ്മിൽ അത് ഏത് മേഖലയായാലും ശരി ഒത്തിരി വൈഡ് ഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതും നമ്മൾ പ്രായോഗിക ലോകത്ത് പ്രാക്ടിക്കൽ വേൾഡിൽ പ്രത്യേകിച്ച് നമുക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ വെൻ വി സ്റ്റാർട്ട് ടു ഡു അവർ ജോബ്, അല്ലെ, നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ കമ്പനിയിലോ നമുക്ക് സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ജോബിലേക്ക് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫേസ് ചെയ്യുന്നത് റിയൽ വേൾഡാണ്. ആ റിയൽ വേൾഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ചില ബേസിക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നല്ലാതെ മറ്റൊരു നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രാക്ടിക്കൽ വേൾഡ് അല്ലെങ്കിൽ ആ റിയാലിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മളുടെ കരിക്കുലത്തിലോ നമുക്കൊരിക്കലും നമ്മളെ ടീച്ച് ചെയ്യുന്നില്ല, നമ്മളോട്ട് പഠിച്ചിട്ടില്ല, നമ്മളായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ മിത്തും അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ റിയാലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ട്സ് ജോബ് എന്ന് പറയുന്ന റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഡിഫറൻസ് ആണ് നമ്മൾ ഈ വീഡിയോക്കകത്തിൽ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നത്. പൊതുവെ നമുക്ക് അറിയാം, ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് പൊതുവെ വളരെ ടെൻസ്ഡ് ആയിരിക്കും, വളരെ കൺസേൺഡ് ആയിരിക്കും. ചിലർക്ക് ഫിയർ ഉണ്ടാകാം, ഭയം ഉണ്ടാകാം. പൊതുവെ ഉള്ള ഭയങ്ങൾ അല്ലെങ്കിൽ ഇതുള്ള ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളെ കുറിച്ചായിരിക്കാം. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന പൊതുവെയുള്ള ഇടങ്ങളിലെല്ലാം ഓഫീസുകളിലൊക്കെ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങൾ ഒക്കെ തന്നെ ചോദിക്കാറുള്ളൂ. പ്രൊഫഷണലായിട്ടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു സമീപനം ഇപ്പോഴും പല ഓഫീസുകളിലും അല്ലെങ്കിൽ പല നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സ്ഥലങ്ങളിലും കാണുകയില്ല. അവർ വളരെ തിയററ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയും അതിൻ്റെ ബേസിൽ അവർ കാൻഡിഡേറ്റിനെ അപ്രൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുകയോ പിന്നെ അതിൻ്റെ പേരിൽ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു വേൾഡിലാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ റിയൽ വേൾഡ് അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി പ്രൊഫഷണലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സീൻസ് എന്ന് പറഞ്ഞ സിനാറിയോ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തിയററ്റിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കൽ നോളജ് പ്രിഫറബിൾ ആണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും തിയററ്റിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് തിയററ്റിക്കലായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേൾഡ് ബിറ്റ് ഡിഫറെൻ്റ് ആണ്. പ്രാക്ടിക്കൽ വേൾഡാണ്, റിയൽ വേൾഡാണ്. അപ്പോൾ അവിടെയുള്ള വിഷയങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വീഡിയോക്കകത്തിൽ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മളൊരു ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റുഡൻസ് എന്തെങ്കിലും അവരുടെ അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മീൻസ് ബി കോമോ എം കോമോ അല്ലെങ്കിൽ ഈവൻ MBA അതുപോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വി വിൽ ഗോ ഫോർ എ ജോബ്, ഇല്ലേ? സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദാറ്റ് ജോബ് വി വിൽ ഹാവ് ടു ഫേസ് അല്ലെങ്കിൽ വി വിൽ ഹാവ് ടു ഗോ ത്രൂ സം പ്രോസസ് ഓഫ് ഇൻ്റർവ്യൂസ്, ഇല്ല, ഇൻ്റർവ്യൂസിൻ്റെ ചില പ്രോസസ്സുകളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും വി ഫേസ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇല്ലേ? ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓഫീസർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന പിന്നെ ഒഫീഷ്യൽ നമ്മളവിടെ പല ചോദ്യങ്ങൾ ചോദിക്കും അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ, അല്ലേ, പ്രിഫറൻസ് അല്ലെങ്കിൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്നൊക്കെ. അത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം,
ചിലയിടത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ചില എന്താ പറയുക ടെസ്റ്റുകൾ, എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കും ഏഹ്, പല ഓഫീസുകളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെന്നാൽ തന്നെയും ഇൻ്റർവ്യൂ എങ്ങനെ കണ്ടക്ട് ചെയ്താലും, പക്ഷെ നമ്മൾ വൺസ് വി സ്റ്റാർട്ട് വർക്ക്, ആ ഒരു വേൾഡ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ പഠിച്ച സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയ നോളജ് നമ്മളെ ഒരിക്കലും അവിടെ ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പ്രിപ്പയർഡ് ആകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഹോംവർക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പെർഫെക്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമുക്കറിയാം പെർഫെക്ഷൻ ഒരിടത്തും ഇല്ല, അതുപോലെ തന്നെ പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ഇല്ല. കാരണം നമ്മൾ എത്ര പഠിച്ച വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ എത്ര ഹയർ മാർക്സ് കിട്ടിയാലും ശരി, ഇൻ്റർവ്യൂവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിനകത്തിൽ ഏത് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റിനും ചില ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടാകും. എസ്പെഷ്യലി നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റെ ജോബിനൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് റിയൽ വേൾഡ് സെനാറിയോസ് ഒന്നും തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈവൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും അവരെ റിയൽ വേൾഡ് സെനാറിയോസ് ഒന്നും ചിലപ്പോൾ നമ്മളുടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഒരുപക്ഷെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാം പിന്നെ റൈറ്റ് ആൻസേഴ്സ് എല്ലാം അറിയുന്ന ഒരു വ്യക്തി ആകണമെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാനും പറ്റത്തില്ല. എല്ലാം അറിയണം എന്നുള്ളൊരു മിത്ത് അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റും ഇല്ല. ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ മറ്റു പല കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ വിചാരിക്കും നമ്മളെക്കാൾ അവർക്ക് എന്തോ കൂടുതൽ അറിയാമെന്ന്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥയൊന്നും ഒരിടത്തുമില്ല. നമ്മൾ കോൺഫിഡൻ്റ് ആകുക, നമ്മൾ പരമാവധി ഹോംവർക്ക് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് മറ്റൊരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റൊരു കൺസേൺറ്റോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെർഫെക്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, റൈറ്റ് ആൻസേഴ്സ് ഇല്ല. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ഉള്ള ആൻസർ അല്ലെങ്കിൽ റൈറ്റ് ആൻസർ എന്നും പറയുന്ന ഒരു സെനാറിയോ ഒന്നും ഒരിക്കലും ഒരിടത്തുമില്ല. അപ്പോൾ നമുക്കിനിയും കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ അവർ ചോദിക്കുന്ന തിയറട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയെങ്കിൽ തന്നെ നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതുവരെ കണ്ടൊരു ലോകമായിരിക്കത്തില്ല, അല്ലെങ്കിൽ അതുവരെ ഫേസ് ചെയ്തൊരു ലോകമായിരിക്കത്തില്ല. നമ്മൾ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു ലോകം, അല്ലെങ്കിൽ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടം അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥ ഒരിക്കലും നമ്മൾ ഇൻ്റർവ്യൂ വരെ നമ്മൾ ഫേസ് ചെയ്ത കണ്ടീഷൻ ആയിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൽ ഏറ്റവും രണ്ട് മൂന്നാല് പ്രധാനപ്പെട്ട ചില ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില ഒരു ഏരിയാസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ ജോലിയിൽ സെലക്ട് ആയിക്കഴിഞ്ഞ് നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഈവൻ അക്കൗണ്ട്സ് റിസീവബിൾ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജനറലി അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് എന്ന രീതിയിൽ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇൻവോയ്സിൻ്റെ ഇൻവോയ്സിൻ്റെ ആധിക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം കോംപ്ലക്സിറ്റിയും ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഇൻവോയ്സസ് അല്ലെങ്കിൽ ബിൽസ് ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഓഫീസിൻ്റെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ച് ആ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണവും, ഇപ്പോൾ ഒരു പിന്നെ മീഡിയം ടു ബിഗ് സൈസ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ, ഈവൻ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ പോലും ഒത്തിരി വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച്, ഇപ്പം നമ്മളെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു ഓഫീസിലേക്കാണ് നമ്മളെ സെലക്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവിടെ ഒത്തിരി ഇൻവോയ്സിൻ്റെ എണ്ണങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. മസീവ് ഡെയിലി ഇൻഫ്ലക്സ് ഓഫ് ഡൈവേഴ്സ് ഇൻവോയ്സസ് എന്ന് പറയുന്നത്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലയൻസ് ഉണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള സപ്ലൈസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻവോയ്സ് ഉണ്ടാകും, പേപ്പർ ഇൻവോയ്സ് ഉണ്ടാകും, പേപ്പർ ഇൻവോയ്സ്, മാനുവൽ ഇൻവോയ്സ് ഉള്ള പേപ്പർ ഇൻവോയ്സ്, പിന്നെ ഇമെയിലിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഇൻവോയ്സുകൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും, നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ
10 ഇൻവോയ്സ് ആയിരിക്കത്തില്ല, നൂറുകണക്കിന്, അല്ലെങ്കിൽ വളരെ എണ്ണം കൂടുതൽ എന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് ഇൻവോയ്സിൻ്റെ പിന്നെ എണ്ണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും മാനേജ് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു റിയൽ വേൾഡാണ് ശരിക്കും പറഞ്ഞത്. നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നമ്മൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഫൈനാൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള റിയൽ വേൾഡ് സിനാറിയോ ഒന്നും നമ്മുടെ മുമ്പിൽ അവർ എന്താണ് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ലെസൺസ് ഒന്നും നമുക്ക് അവർ ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായി ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു വേൾഡായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അത് വൺസ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ എ ഫ്യൂ ഡേയ്സ് വി ഇല്ലേ യൂസ് ടു ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ഇക്കോസിസ്റ്റമായിട്ട് നമ്മൾ ഫെമിലിയർ ആകുമ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാനും സാധിക്കും എന്നുള്ളൊരു റിയാലിറ്റികളാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ തിയററ്റിക്കൽ വേൾഡും ഈ പ്രാക്ടിക്കൽ വേൾഡും തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിൻ്റെ ഒരു മേഖലയാണ് ഹ്യൂജ് വോളിയം ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. മാനേജിങ് എ മാസീവ് ഡെയിലി ഇൻഫ്ലക്സ് ഓഫ് ഡൈവേഴ്സ് ഇൻവോയ്സസ് എന്നുള്ളതാണ്. അത് ഒരു സാധ്യതയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുകൊള്ളണം. പിന്നെ ഈ പർച്ചേസ് ഓർഡേഴ്സിലൊക്കെ ഉള്ള മിസ്മാച്ച്, മിസ്സിംഗ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ വെൻഡർ ഡിസ്ക്രപ്പൻസീസ് ഇൻ റിയൽ ടൈം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ട ചില കണ്ടീഷൻസാണ്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചില കണ്ടീഷൻസാണ്. പർച്ചേസ് ഓർഡറിലുള്ള മിസ്മാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സപ്ലയറുടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പർച്ചേസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കും. അപ്പോൾ പർച്ചേസ് ഓർഡറിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇൻവോയ്സിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മിസ്മാച്ച് ഉണ്ടാകും. അതുപോലെ തന്നെ മിസ്സിങ് ഇൻഫർമേഷൻ, ഒമീഷനും കമ്മീഷനും ഒക്കെ വരാം. ഇൻഫർമേഷൻ മിസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ വെൻഡർ ഡിസ്ക്രപ്പൻസീസ് ഇൻ റിയൽ ടൈം. വെൻഡർ ഡിസ്ക്രപ്പൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മൾ കൊടുത്ത ഓർഡർ ആയിരിക്കത്തില്ല അവർ സപ്ലൈ ചെയ്തതും അവർ ഇൻവോയ്സ് ചെയ്തതും. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് നമുക്ക് അവിടെ വേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടീഷൻസൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മാനുവൽ ഡേറ്റ എൻട്രി എറേഴ്സ്, അതുപോലെ തന്നെ എൻഡ്ലെസ് റിക്കൺസിലിയേഷൻ ആവശ്യമായിട്ട് വരും നമുക്ക്. കാരണം നമുക്കറിയാം, വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാണെങ്കിൽ, ഈ പറഞ്ഞ ഇൻവോയ്സുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, ബില്ലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടാകാം. ഈ നമ്മൾ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, ബില്ലുകൾ എൻ്റർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ എറേഴ്സ് സംഭവിക്കാം. എത്ര നമ്മൾ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ആ എറേഴ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിക്കൺസിലിയേഷനും ആവശ്യമായിട്ട് വരും. അപ്പോൾ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വോളിയം ഓഫ് ബിസിനസ് കൂടുതലുള്ളൊരു പിന്നെ വർക്കിംഗ് പ്ലേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഈ എറേഴ്സിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എൻഗേജ് ചെയ്യേണ്ട, മാനേജ് ചെയ്യേണ്ട റിക്കൺസിലിയേഷൻ്റെയും വോളിയം ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വോളിയം ഒന്ന്. കാരണം കൂടുതൽ വോളിയം കാണും ഇൻവോയ്സിൻ്റെ. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. മിസ്മാച്ച്, മിസ്സിങ് ഇൻഫർമേഷൻ, പിന്നെ ഡിസ്ക്രപ്പൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് ഓർഡറും വെൻഡർ സപ്ലൈ ചെയ്യുന്ന സപ്ലൈസിൽ അവർ ഇൻവോയ്സ് തരുമ്പോൾ അവർ ഇൻവോയ്സിലൊക്കെ മിസ്മാച്ച് കാണും. ചിലപ്പം കറക്റ്റായിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും സപ്ലൈ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇൻവോയ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രപ്പൻസിയോ മിസ്മാച്ചോ കാണും. അതുപോലെ തന്നെ മാനുവൽ ഡേറ്റ എൻട്രിയിൽ എറേഴ്സ് ഉണ്ടാകും. സോ ദാറ്റ് ഡിമാൻഡ്സ് റിക്കൺസിലിയേഷൻ. അപ്പോൾ ഇത് നമ്മൾ ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ മേഖലയിൽ, ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിയൽ ടൈം ഇഷ്യൂസാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ള പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ സെനാറിയോസ് നമ്മൾ ഇപ്പം പോകുന്ന ഇൻ്റർവ്യൂ നമുക്ക് ഫെയിലായാലും അടുത്തൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പോയിട്ട് നമുക്ക് ഏത് ഇൻ്റർവ്യൂവിലാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്, അവിടെ നമ്മൾ ജോലിക്ക് എൻ്റർ ചെയ്യുന്ന സമയം മുതൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എവിടെയും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഇഷ്യൂസാണ് എല്ലായിടത്തും പറഞ്ഞാൽ. ഇൻവോയ്സിൻ്റെ വോളിയം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റീസ്, ഇപ്പം ഞാൻ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള
ഇഷ്യൂസ്, കോംപ്ലക്സിറ്റീസ്, സങ്കീർണതകളൊക്കെ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ചിലപ്പോൾ. കാരണം കൂടുതൽ എന്താണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ നോർമൽ ഡേ ടൈമിലെ വർക്കിംഗ് അവേഴ്സ് നമുക്ക് ചിലപ്പോൾ പോരാതെ വരും. ഈ പറഞ്ഞ വോളിയൂം ഓഫ് ട്രാൻസാക്ഷനും അല്ലെങ്കിൽ വോളിയൂം ഓഫ് ബിസിനസ് കൂടുതലുള്ള സ്ഥലത്താകുമ്പോൾ. കാരണം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ, എറേഴ്സ് ഇതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പ്രോപ്പറായിട്ടുള്ള റിക്കൺസിലിയേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് വി ഹാവ് ടു സ്പെൻഡ് ടൈം, നമുക്ക് സമയം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതൊരു റിയൽ വേൾഡ് സെനാറിയോ ആണ്. അപ്പോൾ അത് കീപ്പ് ഇൻ മൈൻഡ് ദിസ് സെനാറിയോ വെൻ യു ഗോ ഫോർ എൻ ഇൻ്റർവ്യൂ. പിന്നെ വെൻഡർ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്. വെൻഡർ റിലേഷൻ നമ്മുടെ സപ്ലൈസുമായിട്ടുള്ള, ഇപ്പോൾ വലിയ ബിസിനസ് ആകുമ്പം ലോട്ട് ഓഫ് സപ്ലൈസ് ക്യാൻ ബി ദർ ഇല്ലേ. ഒത്തിരി സപ്ലൈസ്, ഒത്തിരി വെൻഡേഴ്സ് അവിടെ കാണാം. അപ്പോൾ വെൻഡേഴ്സുമായിട്ട് നമ്മളെന്താണ് സാധാരണ നമുക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻവോയ്സ് അവർ സപ്ലൈ ചെയ്യും. ഇൻവോയ്സ് അവർ നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിനോട് നമുക്ക് ഇൻവോയ്സ് ലഭിക്കും. പിന്നെ അത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം പിന്നെ പേയ്മെൻറ്റ് പീരീഡ് കാണും. ആ പേയ്മെൻറ്റ് പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും നമുക്ക് ഇല്ലേ. ആ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഡിലേ ഉണ്ടാകും. ആ ഡിലേ ഉണ്ടാകുമ്പോൾ അതിൽ ചിലപ്പോൾ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകും. ഇപ്പം എല്ലാവരും കൃത്യമായിട്ട് 30 ഡേയ്സ് ടൈമാണ് ഈ പേയ്മെൻറ്റിൻ്റെ എങ്കിൽ, അല്ലെങ്കിൽ 45 ഡേയ്സ് ആണെങ്കിൽ ഇപ്പം എല്ലാ ബിസിനസ്സും പിന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ടൈം പീരീഡ് തന്നെ അവർ എന്താണ് പറയുക, പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ അങ്ങനെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം വൺ കമ്പനി ടു അനദർ കമ്പനി. എല്ലാ കമ്പനികളുടെയും പോളിസിയും അല്ലെങ്കിൽ ദ വേ ഓഫ് ദെയർ ഡീലിംഗ് വിത്ത് സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സ് എല്ലാം സെയിം ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലയിടത്ത് ഡിലേ ഉണ്ടാകും. ചില കമ്പനികൾ, ഇപ്പം നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഓഫീസിൽ അല്ലെങ്കിൽ കമ്പനി സപ്ലയേഴ്സിന് വെൻഡേഴ്സിന് കൃത്യമായിട്ട് ഈ റെഗുലറായിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലോ കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടിരിക്കട്ടെ. സോ ദേ നീഡ് പേയ്മെൻറ്റ്, ദേ നീഡ് മണി ഫോർ ദ ഗുഡ്സ് ദ സപ്ലൈഡ് ഇല്ലേ. അവർ നമുക്ക് തന്ന സാധനങ്ങൾക്ക് കൃത്യമായിട്ട് 45 ഡേയ്സ് എങ്കിൽ 45, അല്ലെങ്കിൽ 30 ഡേയ്സ്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയുന്നത് ക്രെഡിറ്റ് പീരീഡ് ഉണ്ടല്ലോ. ആ ക്രെഡിറ്റ് പീരീഡ് ആകുമ്പോഴത്തെ അവർ നമ്മളെ വിളിക്കും പേയ്മെൻറ്റിന് വേണ്ടി. അപ്പം നമുക്കത് കൊടുക്കേണ്ടി വരും. കൊടുക്കുന്നതിൽ ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ തീർച്ചയായിട്ടും അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ ഒക്കെ വളരെ അത്യാവശ്യമാണ്. അത് ചില സമയത്ത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷനിലൊക്കെ നമുക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും പിന്നെ ഡീൽ ചെയ്യാനും നമുക്ക് കഴിയണം നമുക്ക്. അപ്പോൾ അതൊരു റിയൽ ടൈം അല്ലെങ്കിൽ റിയാലിറ്റിയാണ്, അതൊരു പ്രാക്ടിക്കൽ സൈഡാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാകും. ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാകുന്നത്, നമുക്ക് തീർച്ചയായിട്ടും ഏതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുന്നത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ നീഡും എക്സ്റ്റേണൽ വെണ്ടർ എക്സ്പെക്റ്റേഷനും തമ്മിലൊക്കെ തന്നെ ഉള്ള ബാലൻസിങ് ഉണ്ട്. ഇപ്പം ഇന്റേണൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറയുമ്പം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സപ്ലയറുടെ നിന്ന് ഒരു സപ്ലയറുടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, റെഗുലറായിട്ട് സാധനം വാങ്ങിക്കുകയും പക്ഷേ നമുക്ക് തൽക്കാലം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത പേയ്മെൻറ്റ് ഡിലേ ആയി. പക്ഷേ നമുക്ക് ചില ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും സപ്ലൈസ് ഒക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡിലേ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള ഒരു പിന്നെ എന്താണ് പറയുന്നത് സന്നദ്ധത അവരുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്താ പറയുന്നത് ഓവറോൾ മാനേജ് ചെയ്യേണ്ടി വരും നമുക്ക് വരാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ് ആർട്ട് ഓഫ് ബാലൻസിങ് ദീസ് ടു സൈഡ്സ് എന്ന് പറയാം. നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്സും എക്സ്റ്റേണൽ വെൻഡേഴ്സിൻ്റെ ഭാഗത്തുള്ള എക്സ്പെക്റ്റേഷൻസും ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വെൻഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ ട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടി വരും. നമുക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്സ്, പ്രശ്നങ്ങൾ അവരുമായിട്ടുണ്ടെങ്കിൽ തന്നെയും, അതായത് വെൻഡേഴ്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഡിസ്പ്യൂട്ട്, ഡിലേയ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസൊക്കെ അവരുമായിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അവരുമായിട്ടുള്ള പോസിറ്റീവ് റിലേഷൻസ്, അതുപോലെ തന്നെ ട്രസ്റ്റ്, വിശ്വാസം ഇതൊക്കെ നമുക്ക് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും റെഗുലർ ടൈംസിൽ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് വെൻഡർ റിലേഷൻഷിപ്പ്. അത് എപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും പിന്നെ ഒരു ഈസി പാത്തല്ല, അല്ലെങ്കിൽ വളരെ സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കത്തില്ല എല്ലാ വെൻഡേഴ്സിനോടും നമുക്കുള്ള
റിലേഷൻഷിപ്സ് എല്ലാ വെൻഡേഴ്സും നമ്മളെ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം നിർബന്ധമില്ല. ചില നമ്മളെ ടോളറേറ്റ് ചെയ്യും, ചില വെൻഡേഴ്സ് നമ്മളെ അവിടെ കൃത്യമായിട്ട് ഒരു പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ആ റിലേഷൻസ് സ്പോയിൽ ആകാനും അല്ലെങ്കിൽ അവരിതിൽ നമുക്ക് ഫർദർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ ഡിനൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ സീറ്റിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകേണ്ട ചില പിന്നെ സ്കില്ലാണ്, ചില ക്വാളിറ്റീസാണ്. പിന്നെ ഫ്രോഡ് ഉണ്ടാകാം, എറേഴ്സ് ഉണ്ടാകാം. ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് മാത്രമല്ല, ഇതിനെ തിരിച്ചറിയുക. ഫ്രോഡ് എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഇന്റേണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു, ഇപ്പം നമ്മളിലെ പ്രോബ്ലംസ് ഡയഗ്നൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഈ അതുപോലുള്ള ഇഷ്യൂസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രിവെൻറ്റിങ് ഫ്രോഡ് അറ്റംപ്റ്റ്സ് നോട്ട് ഓൺലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, നമ്മുടെ നെയ്ബറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ തന്നെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കതിനെ എറേഴ്സിനെ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനോ ഈ ഫ്രോഡിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡാറ്റ കോംപ്ലക്സ് ഡാറ്റ എറേഴ്സ് സ്പോട്ട് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് സിസ്റ്റത്തിനെ മൊത്തം സ്പോയിലാക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ അതിനെ സ്പോട്ട് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക. ഡാറ്റ എറേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രിയിലുള്ള എറേഴ്സ് ആയാലും അല്ലെങ്കിൽ എൻ്റർ ചെയ്ത ഡാറ്റയിലുള്ള എറേഴ്സ് ഒക്കെ തന്നെ നമ്മൾ സ്പോട്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടാകും, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പാർട്ട് പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എറേഴ്സ് ഉണ്ടാകാതെ നോക്കുക, ഫ്രോഡ് ഉണ്ടാകാതെ നോക്കുക, ഡാറ്റ എൻട്രിയിലുള്ള എറേഴ്സ് സ്പോട്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിനും എക്സ്റ്റേണൽ ഓഡിറ്റിനും അത് സ്മൂത്ത് ആക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആകുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. അപ്പം മൂന്നാമത്തെ ആണ് ഫ്രോഡ് എറേഴ്സ് എന്നുള്ളൊരു ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള സൂക്ഷ്മത മെയിൻറ്റെയിൻ ചെയ്യുക, പാലിക്കുക എന്നുള്ളത് വളരെ ഒരു അക്കൗണ്ട് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് റിസീവബിൾ എക്സിക്യൂട്ടീവിനേക്കാൾ ഏറ്റവും കൂടുതൽ അല്പം കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ് ആണല്ലോ തീർച്ചയായിട്ടും കമ്പനിയുടെ പേയ്മെൻറ്റുകളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത്. ഈവൻ ഇപ്പോൾ സാലറി, പേറോള് അല്ലെങ്കിൽ വെൻഡേഴ്സ് പേയ്മെൻറ്റ്, സപ്ലൈസ് പേയ്മെൻറ്റ്, മറ്റ് ഇന്റേണൽ പേയ്മെൻറ്റ്സ്, പെറ്റി പേയ്മെൻറ്റ്സ് ഇല്ലേ, ഇതെല്ലാം അക്കൗണ്ട്സ് പേയബിളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓഡിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിലാകുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അക്കൗണ്ട്സ് പേയബിളിൻ്റെ ഒരു പിന്നെ ഏരിയ ആയിരിക്കും. അവിടെ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വളരെ കെയർഫുൾ ആകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ മൂന്ന് പറഞ്ഞ ആദ്യത്തെ ഇൻവോയ്സ്, പിന്നെ വെൻഡർ റിലേഷൻഷിപ്പ്, ഇൻവോയ്സിൻ്റെ വോളിയൂമും കോംപ്ലക്സിറ്റിയും, പിന്നെ വെൻഡർ റിലേഷൻഷിപ്സ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഫ്രോഡ്, എറേഴ്സ്, ഈ മേഖലകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പിന്നെ എന്താണ് പറയുന്നത് വളരെ വാച്ച്ഫുൾ ആകുക നമ്മൾ അതിൽ. പിന്നെ ഫ്യൂച്ചർ പ്രൂഫിങ് യുവർ എ പി സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഇപ്പം നമുക്കറിയാം ചേഞ്ചസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അല്ല ടെക്നോളജിയുടെയൊക്കെ പിന്നെ എന്താണ് പറയുന്നത് കുത്തൊഴുക്ക് കൊണ്ട് നമുക്ക് ഓൾഡൻ അല്ലെങ്കിൽ ഈ ഓൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിടത്തും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മേഖലയിലുള്ള ജോബും ചെയ്യുന്ന ഒരു പരിപാടി ഗ്രാജ്വലി അതെല്ലാം മാറിക്കൊണ്ടിരിക്കുക, ഫേസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ടൂൾസ്. കാരണം കമ്പനിയുടെ നമ്മൾ ഇപ്പോൾ ഈവൻ നമ്മുടെ ഡാറ്റ എൻട്രിക്കും ബിൽ ഇൻവോയ്സ് പ്രോസസ്സിങ്ങിനും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള നമുക്ക് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് അതുപോലെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിനും തീർച്ചയായിട്ടും ഓട്ടോമേഷനെ നമുക്ക് സ്വീകരിക്കുവാനും ഓട്ടോമേഷനെ നമുക്ക്
പിന്നെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഏറ്റവും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അനലിറ്റിക്കൽ, സ്ട്രോങ് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കില്ലുണ്ടാകണം, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാകണം. കാരണം എല്ലാ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ടീഷൻ ഒരുപോലെ ആയിരിക്കത്തില്ല. ഇന്ന് വളരെ സ്മൂത്ത് ഡേ ആയിരിക്കും, പക്ഷെ നാളെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ പ്രോബ്ലംസിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ, ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു പക്ഷേ അങ്ങനെയുള്ളൊരു വേൾഡിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ നമ്മൾ ഒരു പിന്നെ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ജോബ് പൊസിഷനിലേക്ക് നമ്മൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അനലിറ്റിക്കൽ സ്കിൽ വേണം. കാരണം നമ്മൾ ഒത്തിരി ഡേറ്റ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഡേറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഡേറ്റയെ റിഫൈൻ ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ ആക്കുകയും ആ ഇൻഫർമേഷൻ നമ്മളുടെ സുപ്പീരിയേഴ്സിന് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടി നമുക്ക് അതിനെ ചില ഫൈനാൻഷ്യൽ എന്താണ് പറയുന്നത് ഒരു ഏം, ഈ ഇൻഫർമേഷനായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് അനലറ്റിക്കൽ സ്കിൽ വേണം. ഇപ്പോൾ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ടുള്ള പി ആൻഡ് എൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എക്സ്പെൻസ് ഏരിയ ഓഫ് എക്സ്പെൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും അതിനകത്തിൽ നമുക്ക് ഈ പ്രോ ആൻഡ് കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറബിൾ ആയിട്ടും അൺഫേവറബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് കഴിവുണ്ടാകണം നമുക്ക്. അപ്പം അങ്ങനെയുള്ള അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടാകണം നമുക്ക്. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഒരു അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങൾ അനലറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും വളരെ അത്യാവശ്യമാണ്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരും. ചിലപ്പം സുപ്പീരിയേഴ്സ് നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. സുപ്പീരിയേഴ്സ് മീൻസ് നമ്മളുടെ ഫൈനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡയറക്ടർ അല്ലെങ്കിൽ നമ്മുടെ സിഇഒ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഒക്കെ നമ്മളോട് ബീങ് എൻ അക്കൗണ്ടൻറ്റ് നമ്മളെ അവരുമായിട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഉള്ളൊരു ഫേസ് ആയിരിക്കും നമ്മുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും വി മേ ഫേസ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദം റിഗാർഡിങ് കമ്പനീസ് ഫൈനാൻഷ്യൽസ്. കമ്പനിയുടെ ഫൈനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകുവാൻ നമുക്ക് അനലറ്റിക്കൽ സ്കില്ലും ആ ഒരു അനാലിസിസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറയുവാനും അതുപോലെ തന്നെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലംസിന് നമുക്ക് സോൾവ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്കില്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വാളിറ്റി വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മാറ്റം ഏഹ്, നമുക്ക് ഇൻഡിവിജ്വലായിട്ടുണ്ടാകണം. കാരണം നേരത്തെ ഇന്നത്തെ ലോകത്തിൽ അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ക്ലറിക്കൽ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ജോബല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെയൊക്കെ ഇപ്പോഴും അങ്ങനെ ജോബ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കമ്പനികളുണ്ടായിരിക്കാം. വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അധികം എന്താണ് പറയുന്നത് ഗ്രോത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താത്ത കമ്പനികളും ഓഫീസും ഒക്കെ ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ പിന്നെ ജോ ജോബ്സ് അല്ലെങ്കിൽ കരിയർ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ പ്രൊഫഷണൽ ആകണമെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ വെറും ഒരു ഡാറ്റ എൻട്രി ക്ലർക്ക് എന്ന രീതിയിൽ നിന്നും നമുക്ക് വളരെ എന്താണ് പറയുന്നത് ഈ പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടാകണം തീർച്ചയായിട്ടും. അപ്പോൾ ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഷിഫ്റ്റ് നമുക്കുണ്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ അനലറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും അതുപോലെ തന്നെ പിന്നെ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം എ ഐ ടൂൾസ് അല്ലെങ്കിൽ പിന്നെ ഈ എക്സലിലുള്ള അഡ്വാൻസ് നോളജ് ഇതൊക്കെ തന്നെ നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കരിയർ ഗ്രോത്ത് നമുക്ക് എൻഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വെറും ഒരു ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഷിഫ്റ്റ് ഇൻഡിവിജ്വലായിട്ടും വേണം. തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് അവിടെ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള
കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങി കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വിതിൻ ദ ഓർഗനൈസേഷൻ തന്നെ നമ്മളെ കരിയറിൻ്റെ മുകളിലേക്ക് അവർ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയാം, കമ്പനിയുടെ അപ്രൈസിൽ വരുമ്പോൾ നമ്മുടെ പെർഫോമൻസ് വളരെ പൂറായിരിക്കും, മീഡിയോക്കർ ആയിരിക്കും. അതുകൊണ്ട് നമ്മളെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അനലറ്റിക്കൽ സ്കില്ലുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, ലീഡർഷിപ്പ് സ്കില്ലുണ്ടെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ടെക്നോളജി, ഓട്ടോമേഷൻ, ഇതൊക്കെ നമുക്ക് വളരെ സ്കിൽഫുള്ളായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും കഴിവുണ്ട് എന്നറിയുകയാണെങ്കിൽ, അതുപോലെ തന്നെ എക്സൽ തുടങ്ങിയ പിന്നെ സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടെന്ന് കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് അറിയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും വിതിൻ ദ ഓർഗനൈസേഷണൽ കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി നമ്മളെ കൺസിഡർ ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ തന്നെ ഓപ്പൺ അപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മേഖലകളും ഫ്യൂച്ചർ പ്രൂഫിങ് യുവർ എ പി സ്കിൽസ്. എ പി സ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ERPs, അതുപോലെ തന്നെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ്, ഡെവലപ്മെൻറ്റ്സ് ഒക്കെ തന്നെ അതിന് നമ്മൾ അതിനനുസരിച്ച് നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ മാർജിനലൈസ് ചെയ്യപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സൈഡ്ലൈൻ ചെയ്യപ്പെട്ടു, പുറമോട്ട് പുറകിലേക്ക് നമ്മൾ പോകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ പിന്നെ എംപ്ലോയീസ്, അല്ലെങ്കിൽ വർക്കേഴ്സ്, അല്ലെങ്കിൽ ആൾക്കാർ, അവർ അഡ്വാൻസ് ചെയ്ത് അവരുടെ കരിയർ കൂടുതൽ മെച്ചപ്പെടുത്തി അവർ മുമ്പോട്ട് പോകും. അപ്പോൾ ഇതാണ് തീർച്ചയായിട്ടും നമ്മളൊരു അക്കൗണ്ട്സ് പേബിൾ എക്സിക്യൂട്ടീവ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ. കാരണം ഇതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിയൽ വേൾഡ്, അല്ലെങ്കിൽ ചില റിയൽ ടൈം സിനാറിയോസ്. ഏതൊക്കെയാണ്? ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വോളിയം, അതിൻ്റെ കോംപ്ലക്സിറ്റീസ്, വെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിലേഷൻഷിപ്സ്, പിന്നെ ആ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നമ്മൾ വളരെ, എന്താണ് പറയുന്നത്, സ്മാർട്ടായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക, ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക വെൻഡേഴ്സുമായിട്ട്, പിന്നെ പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ വെൻഡേഴ്സുമായിട്ട് മാത്രമല്ല, നമ്മൾ ആരുമായിട്ട് ഇപ്പം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തുള്ള ഇന്റേണൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലും അവരുടെ നമ്മുടെ ക്ലയൻസും കസ്റ്റമേഴ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസാണ്. അപ്പം നമ്മൾ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ തന്നെ പ്രൊഫഷണൽ ആകണം. അതിനകത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ ട്രസ്റ്റ് റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇന്റേണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്മുടെ ഓൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതിലും നമുക്ക് വളരെ, എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു പ്രൊഫഷണലിസം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രോഡ്, എറേഴ്സ്, ഇതൊക്കെ ടൈംലി സ്പോട്ട് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ AP സ്കിൽസ്, അക്കൗണ്ട്സ് പേയബിൾ സ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്കില്ല്, എന്താണ് പറയുന്നത്, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ലേണിങ്ങിൽ കൂടെയും, അതുപോലെ തന്നെ ഈ റെഗുലറായിട്ടുള്ള അപ്ഗ്രേഡേഷനിൽ കൂടെയും നമ്മളെ കൂടുതൽ, എന്താണ് പറയുന്നത്, ഏത് സാഹചര്യത്തെയും നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ നമ്മളെ ഓർഗനൈസ് ചെയ്യുക, സ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ഈ വ്യക്തിയുടെ ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റിൻ്റെയും, അതുപോലെ തന്നെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ അക്കൗണ്ട്സ് പേയബിളുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ അല്ലാതെ, ഇൻ്റർവ്യൂവിനപ്പുറം എന്താണോ ഈ റിയൽ വേൾഡിലെ ചലഞ്ചസ്, കോംപ്ലക്സിറ്റീസ്, ഇഷ്യൂസ്, അതിൻ്റെ സൊല്യൂഷൻസ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇത്രയും ഈ വീഡിയോക്കകത്തിൽ ഇതുവരെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകുകയോ, പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ കൃത്യമായിട്ട് നമ്മൾ പിന്നെ സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഈ വർക്കിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നമ്മൾ നേരിടാൻ പോകുന്നത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ്, സ്കിൽസ്, പിന്നെ എഫിഷ്യൻസീസ് ഒക്കെ വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് ഗ്രാജ്വലി ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് സാധിക്കത്തില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. കാരണം ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ഇതുപോലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ ഹാപ്പി
and wonderful day.